അപ്പോൾ ഹായ് ഗായ്സ്, നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിൽ വന്നിരിക്കുകയാണ്. ഇത് മൈൻക്രാഫ്റ്റ് ഞാൻ കളിക്കുന്ന പാർട്ട് 3. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തായിരുന്നു, പക്ഷേ കാണിക്കാൻ വിട്ടുപോയി. അതുതന്നെ എപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെ. ഞാൻ കുറേ കാര്യം ചെയ്യും, കാണിക്കാനും വിട്ടുപോകും. നമ്മുടെ വീട് കണ്ടല്ലോ, അണ്ടർഗ്രൗണ്ടിലാണ് വീട്. അണ്ടർഗ്രൗണ്ടിലാണ് വീട്. എനിക്ക് പക്ഷേ ഒന്നുമില്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മരം വെട്ടൽ. ഇപ്പോൾ വെട്ടണ്ട, ഇപ്പോൾ ബെഡുണ്ടല്ലോ. ഇപ്പോൾ ഒരു 2-3 രാത്രി കഴിഞ്ഞ് പോകണം ഇന്ന് നമ്മളെ ലക്ഷ്യം. 2-3 രാത്രി കഴിഞ്ഞ് പോകാൻ. അടുത്ത പാർട്ടിൽ നമ്മൾ ഡബിൾ ടെസ്റ്റൊക്കെ ഉണ്ടാക്കി ഇതിൽ തന്നെ ഫുൾ ആർമർ ആവാനും എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. എനിക്കിപ്പം കോപ്പറിൽ ഫുൾ ആർമർ ആവാൻ ഈ പാർട്ടിൽ കോപ്പർ ഫുൾ ആർമർ ആവണമെന്നുണ്ട്. നമുക്കാവാം. ഈ പാർട്ടിൽ എന്തായാലും നമ്മളാവും. അപ്പം എനിക്ക് ഇതിൽ അടിയൊക്കെ ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സോംബി അതൊക്കെ പെട്ടെന്ന് കൊല്ലും. ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇറങ്ങും. ഇതിൽ കുറേ ക്രാഫ്റ്റ് ആയിരിക്കും, ഞാൻ കുറേ ഉണ്ടാകും. പിന്നെ എന്തൊക്കെ പറയണം, കുറേ ടോർച്ച് ഉണ്ടാക്കണം നമ്മൾ ഇന്ന്. മറ്റേ എന്തിനായിരുന്നു എൻ്റെ പേരെന്തിന്, നമ്മൾ ഇങ്ങനെ ഇവിടെ കുഴിക്കൂലേ ഒരു സ്ഥലം, ഈ സൈഡിലായിട്ട് ഇങ്ങനെ കുഴിക്കും. മറ്റേ സ്റ്റെപ്പ് വഴി നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധനങ്ങളിന്ന് കോപ്പർ ഇത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എൻ്റെ പേരെന്തിനായിരുന്നു, എനിക്ക് മൂക്കൊലിപ്പുണ്ട്, അത് ക്ഷമിച്ച് തരണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് പോകുമ്പോൾ എന്തായാലും കോൾ കിട്ടും. കോൾ കിട്ടിയാൽ തീന്ന് ചുമ്മാ കോൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കോൾ കിട്ടിയാൽ എനിക്ക് നിറച്ച് കോൾ കിട്ടുമെന്ന് സെക്കൻഡ് പാർട്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒരു കോളിന് ഒരു PC കണ്ടാൽ തന്നെ ഞാൻ അറിയാതെ താഴെ കുടിച്ചപ്പോൾ വന്നതാണ്. കിട്ടി കണ്ട, ഞാൻ പറഞ്ഞ് വായെടുത്തില്ല. ഒരു കോള് കിട്ടിയപ്പോഴേക്കും അടുത്ത കോള്. ഇത് അടുത്തത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അങ്ങറ്റം അങ്ങനെ വന്നിട്ട് നിർത്തും. അങ്ങനെയാണ് മൈ ലക്ക്. ഇതിൽ ഞാൻ മറ്റേ അതിൻ്റെ പേരെന്തിനായിരുന്നു, കോപ്പർ ഗോളത്തിന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം പഠിപ്പിച്ചു തരേണ്ടതുണ്ട്, നിങ്ങളാണ് പഠിപ്പിച്ചു തരേണ്ടത്. നമുക്ക് കളിക്കാം. ഇത് പൊട്ടിച്ച് കിട്ടി വീണ്ടും. ഇതാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെടുത്തോണ്ടിരിക്കും, ഇത് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇതിലെന്തായാലും നമ്മൾ 2 സ്റ്റാക്കെങ്കിലാവും. ഞാൻ പാർട്ട് പോയാണ് ഇടണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കാണാത്തവരെല്ലാം നോക്കിക്കോ. പെട്ടെന്ന് കണ്ടിട്ട് ഇത് വന്ന് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിൽ ഞാൻ എന്തോ പിടിച്ച് നോക്കി വിട്ട് അത് തൊലഞ്ഞ് എന്തോ വന്ന് അതിൽ എന്തോ സ്ക്രീൻ എന്തോ തൊലഞ്ഞ്. ഞാൻ എന്തിനാൻ സ്ക്രീന് തൊലഞ്ഞ്. ഇപ്പം ഇതിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണതിൽ ഇപ്പം ഇതിൽ നമ്മൾ നോക്കാം. അത് കണ്ടവർക്ക് മനസ്സിലാവും. പൊട്ടീര് കണ്ട, ഇപ്പം തന്നെ കുറേ കോള് കിട്ടി. സംസാരിച്ച് പൊട്ടിച്ച് അറിഞ്ഞില്ല. കയറാൻ വഴി ഇപ്പോൾ പൊട്ടിച്ച് കയറാൻ, എന്തായാലും പൊട്ടിച്ചാലേ കയറാൻ പറ്റില്ല. പിന്നെ എന്തിനു ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വലിച്ച മൂക്കിങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും. അത് മൈൻഡ് ചെയ്യാൻ പാടില്ല. അവിടെ കോൾ നിന്ന് ഇപ്പം എടുക്കണോ? ഇവിടെ ഈ വുഡ് വച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്യണം നമുക്ക്. വെയിറ്റ്, ഇവിടെ നിന്ന് കുടിച്ച് പോയി ഇനി വല്ല കിട്ടുമോ? കോപ്പർ കിട്ടാൻ സാധ്യത ഉണ്ട്. കുറേ നേരം കോപ്പർ കിട്ടിയിട്ട്
ചിലപ്പോൾ കിട്ടും. ഇത് ഞാൻ ഇപ്പോൾ കുഴിച്ച് താഴെ പോയല്ലോ, അത് തിരിച്ച് കയറണം. വേണ്ട, ടോർച്ച് വെച്ചിട്ട് നമുക്ക് വീട് കുടിച്ച് താഴെ പോകുമ്പോൾ എന്തായാലും കോപ്പർ ഉറപ്പായിട്ട് കിട്ടും. കോപ്പർ കിട്ടിയാൽ പിന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. കോപ്പർ ഒന്ന് പൊട്ടിച്ചാൽ 3 എണ്ണം കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല, പൊട്ടിക്കുക. ഇപ്പം പെട്ടെന്ന് പൊട്ടിക്കുക. ഇപ്പോൾ എത്ര നേരം എടുക്കുമെന്നൊന്നും അറിഞ്ഞൂടാ, പെട്ടെന്ന് പൊട്ടിക്കണം. പറയണ പോലെ നമ്മൾ ഇവിടെ മാത്രമല്ല മൈൻസാണ്, ഈ വലിയ മലേൻ്റെ അടുത്തൊക്കെ പോയി അവിടെ നിന്ന് താഴെ മൈൻ ചെയ്താൽ നമുക്ക് കുറേ കോപ്പർ കിട്ടും. അപ്പം നമുക്ക് ഇതാക്കാം. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് അടിക്കാൻ, ഇതിൽ ഭയങ്കര ലാഗ് അടിക്കുക, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ച് കയറാം. എന്ത് ചെയ്യാൻ, പെട്ടെന്ന് പൊട്ടിക്കണം. പെട്ടെന്നെല്ലാം ചെയ്യില്ല, പെട്ടെന്ന് ഈ വീഡിയോ തീരൂല. അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചെല്ലാം പോവാം. ഇങ്ങനെ പോയാൽ കിട്ടിയാൽ അത്ര നല്ലതാണ്. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് കിട്ടണം. ഇത്ര ആ സൈഡിൽ കൂടെ കുടിച്ചാൽ ചിലപ്പോൾ കിട്ടും കോപ്പർ. നമ്മൾ കുറേ മൈൻ ചെയ്യുമ്പോൾ കുറേ കോപ്പർ കിട്ടും. കോപ്പർ കിട്ടുന്ന രീതി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മൈൻ ചെയ്ത് ഇങ്ങനെ അപ്പുറത്തെ സൈഡും കൂടെ മൈൻ ചെയ്ത് ചിലപ്പോൾ കോപ്പർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കുക. ഇവിടെ ഈ സൈഡ് അതേപോലെ 4 എണ്ണം പൊട്ടിച്ചിങ്ങനെ പോവുക. കോപ്പർ ഇടുക ഒന്നൊന്നുമല്ല, 3 എണ്ണം ഒന്ന് പൊട്ടിക്കുമ്പോൾ കിട്ടും. നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ച് നേരെ പോയാൽ കോപ്പർ കിട്ടിയാൽ മതിയായിരുന്നു. ചിലപ്പോൾ കിട്ടിയില്ല. എനിക്ക്. നമ്മൾ അപ്പോൾ പുറത്ത് പോയി മൈൻ ചെയ്യണം നല്ലല്ലേ. പുറത്ത് പോയി മൈൻ ചെയ്ത് കോപ്പർ കിട്ടും. ഇപ്പോൾ കോൾ എടുക്കാൻ പിന്നീട് എടുക്കുക. ഇപ്പോൾ 54 കോളുണ്ടല്ലോ. ഇപ്പോൾ പുറത്ത് അതോ ആ മലേൻ്റെ നടുക്കി ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാം വച്ചിട്ട് പോവാ. അവിടെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ച് ചത്താലോ. എല്ലാം വച്ചിട്ട് നമുക്ക് പോവാം. പെട്ടെന്നെല്ലാം വച്ചിട്ട് പോയാൽ പെട്ടെന്ന് എനിക്ക് മൈൻ ചെയ്യാൻ പോകാൻ പറ്റും. അപ്പോൾ ഗായ്സ്, പെട്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് മൈൻ ചെയ്യണം, അതാണ് ഇപ്പോൾ കാര്യം. ഇപ്പോൾ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് മൈൻ ചെയ്യാം. എനിക്ക് മൂക്ക് ഭയങ്കര ഉണ്ടെന്ന് അറിഞ്ഞൂടെ, ഇന്നലെ തൊട്ടേ ഉണ്ട്. ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് പോവാം. അപ്പോൾ നമുക്ക് ഈ ട്രാപ്പ് ഡോറൊക്കെ രാത്രിയായടാ. അപ്പോൾ കടന്നുറങ്ങിയിട്ട് പോവാം. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നോട്ടീസ് ചെയ്യരുത്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴും അറിഞ്ഞൂടാ. ആ ഫസ്റ്റത്തെ എഡിറ്റ് അങ്ങനെയൊക്കെ അറിയാം, പക്ഷെ സൗണ്ട് എഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് ഇടയ്ക്ക് കറണ്ട് പോവും, അപ്പം ഞാൻ മാറ്റി വയ്ക്കും. അതൊന്നും കുഴപ്പമില്ല. മൈൻ ചെയ്യാൻ പോലെ സോംബി കയറണം, അത് വേണ്ടേ? ഈ ട്രാപ്പ് ഡോറിൻ്റെ അവിടെ ഒരു സോംബി വരൂല അല്ലേ? അവൻ എന്തായാലും ചാവും. അപ്പം നമുക്ക് കയറി പോവാല്ലേ. ഇന്ന് ക്രീപ്പർ പോലെ നമ്മളെ വീട് പൊട്ടിച്ചാൽ നമ്മൾ ചമ്മും. അപ്പം നമ്മളിപ്പോൾ കാത്തിരിക്കണം. സോംബി അവിടെ ഗുമ്മളെ സോംബി നമുക്ക് പെട്ടെന്ന് അതിനെ എന്നെ കൊണ്ട് വെളിയിലിടാം. മരത്തിൻ്റെ ഇടയിൽ ഇരിക്കണോണ്ട് തണലടിച്ചിരിക്കണം. തീ പിടിച്ച ഇറങ്ങോട്ടെ അഭിലാഷ ഡേ. ഇപ്പം അവൻ ചാവും, എന്തായാലും ചാവും. നമ്മൾ വീടെത്തുമ്പോഴേക്കും ചാവും. എൻ്റെ പേരെന്തരും ഏതോ ട്രേഡർ പോകണില്ല. നമുക്ക് പെട്ടെന്ന് മൈൻ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മൈൻ ചെയ്യാം. അപ്പോൾ മൈൻ ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് കോപ്പർ കിട്ടും, അതെനിക്കറിയാം. കാരണം മലേൻ്റെ അടിഭാഗമാണ്. ഏറ്റവും അടി പോകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കിട്ടണമെന്ന് കോപ്പറിൻ്റെത് അങ്ങനെയാണ്. താഴെ നോക്കളിയാ
കോപ്പർ കിട്ടി. അല്ല പറഞ്ഞ ഒന്ന് കിട്ടിയ ഇത് ടോർച്ച് വെച്ചിട്ടല്ല ചെയ്യാം. അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്നല്ല ചെയ്യാം. പൊട്ടിച്ച് പോവാം. കണ്ട നിറഞ്ഞിരിക്കുന്നു. അവിടെ ഇല്ല. ഇപ്പോൾ കണ്ട അത് 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്ര 21 എണ്ണം, 25, 28, 31, 35 എല്ലാം പൊട്ടിച്ച് ഒന്ന് പൊട്ടിക്കുമ്പോൾ എത്ര എണ്ണം കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ. പെട്ടെന്ന് പൊട്ടിക്കാം. 45 ഒരു സ്റ്റാക്ക് കവറായി. ഒരു സ്റ്റാക്കായില്ല. ഇത് പൊട്ടിച്ചാലും സ്റ്റാക്കാവില്ല. ഇപ്പോൾ ഇത്തിരി കൂടെ കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് സ്റ്റാക്കാവും. പുറത്തെന്തോ കണ്ടെന്ന് തോന്നുന്നു. ബേക്ക് തിരിഞ്ഞ് നോക്കാം. ചിലപ്പോൾ പുറത്ത് വല്ല കണ്ടാലോ. പുറത്ത് കണ്ടാൽ അത്ര നല്ലതാണ്. പെട്ടെന്ന് പുറത്ത് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ പുറത്ത് സൈഡിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കാണും. അത് ഉറപ്പാണ്. ഇത് മലയാണ്. അപ്പോൾ അതോ ഇരിക്കുന്നു കോപ്പർ. ഉണ്ടോ ഇതോ കോപ്പർ മലയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മൂക്ക് ഭയങ്കര ഒലിപ്പാണ്. പെട്ടെന്ന് ഇതാക്കാം. ഒന്ന് ഇത് പൊട്ടിച്ചാൽ കണ്ണേ ശരി കണ്ടില്ല. ഇപ്പോൾ ഒരു സ്റ്റാക്ക് 2 എണ്ണം കൂടെ ഉള്ളൂ. നമുക്ക് പെട്ടെന്നല്ല ചെയ്യണം നമുക്ക്. പക്ഷേ ഇതിൽ പെട്ടെന്നാവുമെന്ന് തോന്നണില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഫുൾ സെറ്റ് ആർമർ, ഫുൾ സെറ്റ് വെപ്പൻസ് കോപ്പർ കൊണ്ടാവണമെന്നാണ് പറഞ്ഞത്. നമുക്ക് കുറേ കോൾ നമ്മൾ എടുത്ത് വെച്ചായിരുന്നു. നമുക്കത് എടുക്കാം. വേണ്ട കുറേ കോളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതും വെച്ചിട്ട് എല്ലാം ചെയ്താൽ അത്ര നല്ലതാണ്. എല്ലാം ചെയ്യാൻ കുറേ കോളുണ്ട്. ഇത് അതെടുത്ത് അവിടെ വച്ചിട്ട് നമ്മൾ കാത്തിരുന്നാൽ മതിയാവും. പെട്ടെന്ന് വെച്ച് എല്ലാം ചെയ്ത് കോളെല്ലാം കോളെല്ലാം കിട്ടൂല. കോള് പെട്ടെന്നെല്ലാം ആവും. നമുക്ക് എന്തൊരു ചെയ്യണം ഇനി. അവിടെ ഒരു കോപ്പർ ഉണ്ടായിരുന്നല്ലോ, കോളുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊട്ടിച്ചാൽ സ്റ്റാക്കാവുമല്ലോ. അപ്പോൾ ഇത് പൊട്ടിക്കുക. ഇത് എത്ര എണ്ണം കണ്ട കോപ്പർ എന്നാ ബ്ലാസ് കുറേ എണ്ണം ഉണ്ട്. ആ സൈഡിൽ വരെ ഉണ്ട് കുറേ കോൾ. ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചെടുത്താൽ കുറേ കോൾ കിട്ടും, അത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 8 കോളായി. ഒരു 10 മേളിൽ പോയാൽ എനിക്ക് ഒരു സ്റ്റാക്ക് കോളാവും. ഇപ്പോൾ 11ആയി. ഒരു സ്റ്റാക്കായി. അതിൽ ഫർണസിൽ ഉണ്ടല്ലോ കോള്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റാക്ക് കോളായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റാക്ക് കോളാവണത്. ഇത്ര വേൾഡിൽ കളിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്റ്റാക്ക് കോളാവണത്. അതും യൂട്യൂബിലിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോളാവണത്. മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ്. അതാണ് ശരി. ആദ്യമായിട്ടല്ല, ഇപ്പം 3ാമത്തെ എപ്പിസോഡാണ്. ഇപ്പം നമുക്ക് കളിക്കാം. ഇപ്പോൾ ഫോണിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ലാഗോ ഇത്ര പ്രശ്നമല്ല കാണും. എന്നുവെച്ചാൽ നമുക്ക് 9 ഇതുണ്ട് കോപ്പർ. ഇപ്പോൾ എല്ലാം ചെയ്യും. നമുക്ക് ഇപ്പോൾ 50 ഉള്ളൂ. കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ആർമറും സെറ്റ് ഇത് വെപ്പനും എല്ലാം കിട്ടും. അപ്പം നമ്മൾ സൂപ്പറാവും. നമുക്ക് കോപ്പർ കൊട്ടാര, അതിൻ്റെ എന്തിനായിരുന്നു കോപ്പർ കസേരയാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കോപ്പർ കസേരയൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. കോപ്പർ ബ്ലോക്ക് വെച്ചൊരു കസേര ഇങ്ങനെ ഉണ്ടായിരിക്കും. ബെഡിൻ്റെ അടുത്ത് വയ്ക്കാം. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കിപ്പോൾ കുറേ കോപ്പർ ഉണ്ടല്ലോ. എല്ലാം ഉണ്ടാക്കിയാൽ അത്ര നാളാണ് കുറേ കോപ്പർ ഉണ്ടല്ലോ. ഇപ്പോൾ 3 എണ്ണം. താഴെ എന്തോ ഉണ്ടായിരുന്നു. ഗായ്സ്, നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളെ ഫേവറേറ്റ് ക്യാരക്ടർ, ആനിമി ക്യാരക്ടർ ആരാണെന്ന്
കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫേവറേറ്റ് അവഞ്ചേഴ്സിലുള്ള ആൾക്കാരെയും കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് ചെയ്താൽ ഞാൻ അത് നോക്കി പിന്നെ ഇത് നോക്കിയാൽ എങ്ങനെയുണ്ട്. കൊള്ളില്ലാന്നറിയാം, പക്ഷെ എങ്ങനെയുണ്ട്. എനിക്ക് ലെഗിൻസ് ഉണ്ടാക്കാം അറിഞ്ഞൂടാ. ഇങ്ങനെ അല്ലേ, അപ്പോൾ നടുക്ക് എടുത്ത് മാറ്റിയ ലെഗിൻസ് ആവുമല്ലോ. ലെഗിൻസ് ഇട്ട് ഇപ്പോൾ നമ്മൾ ഫുൾ സെറ്റ് ആർമർ ആയില്ലെങ്കിൽ അതെടുത്ത ഫുൾ സെറ്റ് ആർമർ ആയ ഫുൾ സെറ്റ് ആർമർ ചിലപ്പോൾ ആയി കാണും. അത്രേ ഉള്ളൂ, ഫുൾ സെറ്റ് ആർമർ ഗൈസ്. അപ്പം ഇപ്പം മോഡലിൽ നമുക്ക് സംസാരിക്കണ്ട. അപ്പം എങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഫുൾ സെറ്റ് ആർമറായി കഴിഞ്ഞല്ലോ. ഇപ്പം മുതൽ സംസാരിക്കണോ? കുറേ നേരം സംസാരിക്കുന്ന അത്ര നല്ലതല്ലേ? അല്ലെങ്കിൽ വേണ്ട അല്ലേ? സംസാരിച്ചില്ലെങ്കിൽ ഇത്തിരി പ്രശ്നമാണ്. എനിക്ക് വ്യൂവേഴ്സ് കയറുന്നില്ല, അതാണ്. എനിക്ക് ലൈക്കൊന്നുമില്ല, സബ്സ്ക്രൈബൊന്നും ആരും അടിക്കുന്നില്ല. സബ്സ്ക്രൈബ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ഇപ്പോൾ ആരും അടിക്കുന്നു. ഇപ്പോൾ ഭയങ്കര ലൈക്ക് സബ്സ്ക്രൈബൊക്കെ കുറവുള്ളതാണ്. അപ്പം വീഡിയോ ഇപ്പോൾ എൻഡ് ആവും. പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് പോവാം. അപ്പം അതുമാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബൊന്നും നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അയ്യോ ഇപ്പം ആവുമല്ല. ഇപ്പം നമുക്ക് എന്തിനു പറയാനെന്ന് ലെഗിൻസ് ഉണ്ടാക്കി എല്ലാം തീർന്ന്. ഇപ്പോൾ ഒരു സെറ്റ് ആർമറായി. ഇനി ആയുധം കൂടെ ഉണ്ടാക്കാം. ആയുധം കൂടെ ഉണ്ടാക്കിയിട്ട് എന്താ എന്തൊരു ചെയ്യാന്. ആയുധം ഉണ്ടാക്കിയിട്ട് കണ്ട ഫുൾ സെറ്റ് ആർമർ. ഇത്ര മതിയാവോ? ഫുൾ സെറ്റ് ആർമർ മതിയല്ലോ, പിന്നെ എന്ത്. ഞാൻ ചുമ്മാ പുറത്ത് നിൽക്കുക, അല്ലെങ്കിൽ പുറത്ത് മൈൻഡ് ചെയ്യണോ? പുറത്ത് നമ്മൾ മൈൻഡ് ചെയ്താ എല്ലാം മറന്നുപോയി. പുറത്ത് ഞാൻ മൈൻഡ് ചെയ്താ എപ്പോഴെങ്കിലും അതോ വീണ്ടും വല്ലതും സംഭവിച്ചില്ലല്ലോ. എൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും. അത് ഇപ്പോൾ കുറേ എണ്ണമായി. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടുതലാണ് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോഡും ഇപ്പം വെപ്പൺസ് എല്ലാം ഫുള്ളാക്കാം. ഞാൻ കുറേ നേരം കൊണ്ട് ഈ പിക്കാസം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി എന്തൊരു സോഡ മേടിക്കണം. സോഡും പിടിച്ചു. നമുക്ക് പെട്ടെന്ന് നിർത്താം. എല്ലാ ആയുധമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് നിർത്തണം. ഇത്രയൊക്കെ തന്നെ ഉണ്ട്, വേറെ എന്തിനു പറയാൻ. പെട്ടെന്നെല്ലാം ഉണ്ടാക്കി പോയാൽ എല്ലാം ഉണ്ടായി, നമ്മൾ പോയി. അല്ലെങ്കിൽ എല്ലാം തൊലഞ്ഞും പോയി. ഇനി കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അടുത്ത പാർട്ടിയിലെല്ലാം ചെയ്യും. ഞാൻ ഇപ്പം എന്തിനു പറയണം, അടുത്ത പാർട്ടിയിൽ തന്നെ ചെയ്യാൻ പോകണം. അപ്പം ബൈ. നമുക്ക് ഈ പാർട്ടി ഇവിടെ വെച്ച്